iQOO 15,000 സെഗ്മെൻറ്റിലെ ഏറ്റവും സൂപ്പർ സ്മാർട്ട് ഫോൺ. ഒരു നല്ലൊരു ബോക്സ് ആണ് വരുന്നത്. നമുക്ക് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫോൺ ഒട്ടിക്കട്ടെ. ഒരു കവറുണ്ട്, ഫോണിൻ്റെ ബാക്ക് കവറുണ്ട്, പിന്നെ അതിൻ്റെ ബുക്കും പേപ്പറും ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഈ IMEIയുടെ ഒരു ബാർകോഡ്, 44 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ്, ഈ പോർട്ട് ചാർജർ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഫോണിൻ്റെ ബാക്ക് സൈഡ് തൊട്ട് നമുക്ക് കാണാം. ഈ കളർ വരുന്നത് ടൊർണാഡോ ഗ്രീനാണ് വരുന്നത്. ഒരു പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അതിൻ്റെ ഒരു ബാക്ക് വരുന്ന പ്ലാസ്റ്റിക്കാണ്. നമുക്കൊരു ഗുഡ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ താഴ്വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗ്രില്ല്, Type-C ചാർജിങ് പോയിൻറ്റ്, ഓഡിയോ ജാക്ക് 3.5 ഓഡിയോ ജാക്ക്. ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ഹെഡ്സെറ്റ് കുത്തി കളിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് 3.5ൻ്റെ ഒരു ഓഡിയോ ജാക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടണും വോളിയം ബട്ടണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സിമ്മിൻ്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. 2 മൈക്രോ SD കാർഡ് യൂസ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 2 മൈക്രോ സിമ്മാണ് നമ്മൾ ഇതിൽ നൽകിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ പഞ്ച് ഹോളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സെൽഫി ക്യാമറ. $8 MB ഒരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരാം. 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD റെസൊല്യൂഷനുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗെയിമിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് നല്ല ഇത് പുറത്തോട്ടൊക്കെ പോയാലും വെയിലത്തിറങ്ങിയാലും എല്ലാം നമുക്കൊരു അതിൻ്റെ ഒരു ബ്രൈറ്റ്നസിൻ്റെ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഒരു നല്ലൊരു ഡിസ്പ്ലേ ആണ് കർവ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ 15,000 രൂപയ്ക്കകത്ത്. ഇതിന് 6000 mAh ബാറ്ററിയാണ് ഇതിന് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 199 ഗ്രാം മാത്രമേ ഭാരമുള്ളൂ ഇതിന്. അതെനിക്കൊരു നല്ലൊരിതായിട്ട് തോന്നി. ഓവറായിട്ട് വെയിറ്റ് ഒന്നുമില്ല. പക്ഷേ 6000 mAh ബാറ്ററി ആണെങ്കിൽ ഓവർ വെയിറ്റും തോന്നിക്കുന്നില്ല. 199 ഗ്രാം മാത്രമേ വെയിറ്റ് ഉള്ളൂ ഈ ഫോണിന്. ഒരു നല്ലൊരു ഗെയിമിംഗ് ഫോണായിട്ടും തോന്നിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 6 Gen 1ൻ്റെ പ്രോസസ്സറാണ് ചെയ്തിരിക്കുന്നത്. IP64 വാട്ടർ റേറ്റിംഗ് ഉണ്ട്. 4nm പ്രോസസ്സിംഗ് ടെക്നോളജിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തോടൊക്കെ ഇറങ്ങിയാലും ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ ഈ സെഗ്മെൻറ്റിലുള്ള നല്ലൊരു ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലാണ് നല്ലൊരു ഫോണായിട്ടാണ് തോന്നിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1000 nitsൻ്റെ ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും നല്ലൊരു ബ്രൈറ്റ്നസ്സിൻ്റെ കാര്യത്തിലും ഈ റേഞ്ചിൽ 15,000 രൂപയ്ക്കകത്ത് ഇതൊരു നല്ല ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ റേഞ്ചിൽ ഇതൊരു നല്ല ഫോണായിട്ട് എനിക്ക് തോന്നി. 15 രൂപ റേഞ്ചിൽ ഇത് നല്ല ഫോണായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് പരിചയപ്പെടുത്തിയത്.
പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്, സെൻറ്റർ പഞ്ച് ഹോളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 8 MB ആണ് ഇതിൻ്റെ, 8 MB ബാക്ക്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് പറഞ്ഞാൽ എൻ്റെ ബാക്ക് ക്യാമറയാണ്. 15 MB 2 MB 2 ക്യാമറയാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ലഭ്യമാകുന്നതാണ്. ഞാൻ എടുത്ത 2 ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ഈ ഫോട്ടോസൊക്കെ ഇതിനകത്ത് എടുത്തതാണ്. ഈ ഫോട്ടോസ് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു വീഡിയോ എടുത്താണ്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ ഈ 15,000 രൂപ സെഗ്മെൻറ്റിൽ ഒരു അടിപൊളി ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കുക. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലുള്ള കോസ്റ്റ് കുറഞ്ഞ അടിപൊളി ഫോണുകളുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.